അപ്പൊ ഇനി നമ്മുടെ ഈ ഹാപ്പിനെസ് കൂട്ടാനായിട്ട് ഇന്നത്തെ പെർഫോമറെ കൂടി വിളിക്കാനുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു പാട്ടുകൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ നമ്മുടെ ഭൂമിയിൽ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ രണ്ടുപേരെയും പാട്ടുകളിലേക്ക് അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കുട്ടി സിംഗർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വരാൻ പോകുന്ന ആ കുഞ്ഞു പാട്ടുകാരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഒരുപാട് സന്തോഷത്തോടെ. ആർജിത. ആർജിത, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലത് നല്ലതെന്ന് പറയുന്നത് ഏത് നാട്ടിലെ ഭാഷയാണ്? എവിടെ, ഏതാ നാട്? കോഴിക്കോട് പേരാമ്പ്ര. ഓ, അപ്പൊ നിങ്ങള് കോഴിക്കോട് നിന്നാണ്, പേരാമ്പ്ര. അപ്പൊ ഇനി ആർജിത ഏത് ക്ലാസ്സിലാ പഠിക്കണേന്ന് ഞങ്ങൾക്ക് അറിയണം. ഏത് ക്ലാസ്സിലാ? തേർഡിലാണ്. സ്കൂളിലേക്ക് വലിയൊരു പാട്ടുകാരി ആണോ? എല്ലാവർക്കും അറിയാം ആർജിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് 3rd സ്റ്റാൻഡേർഡിൽ. ആ കുട്ടി നന്നായി പാട്ട് പാടുന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഞാൻ പറയുന്ന ഒരു പാട്ട് പാടി തരുമോ? രതി പുഷ്പ പൂക്കുന്ന, അത് പാടുവോ? ഓക്കെ, വെറുതെ ഇരുന്ന് പാടുവോ അതേ സ്റ്റെപ്പ് ഇട്ട് പാടുവോ? രതി പുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകിളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ചഭാവം അകര ശില്പങ്ങൾ മദനതൽപങ്ങൾ അടിപൊളി. ഞങ്ങൾ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മോളെ, സൂപ്പർ, അടിപൊളി. ഇരിക്കെ. അപ്പൊ ഞാൻ പെട്ടെന്നൊരു പാട്ട് പറഞ്ഞതാണെങ്കിലും അത് ഗംഭീരായിട്ട് പാടി. ലാസ്റ്റത്തെ ഭാവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ ഈ പാട്ട് കുറെ പാടിയിട്ടുണ്ടോ? ഇല്ല, ഇവിടെയാണ് ഇപ്പൊ ആദ്യമായിട്ട് പാടുന്നത്. ആണോ? സ്കൂളില് ഗാനമേളയ്ക്ക് പാടുന്ന ആർട്ടിസ്റ്റാണ്. ഓക്കേ. ഈ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തരുന്ന ആരാണ് വീട്ടില്? കാരണം അച്ഛനും അമ്മയും പാട്ട് പാടുവോ? അവര് രണ്ടുപേരും പാട്ട് പാടും. അപ്പൊ അവരാണോ പഠിപ്പിക്കുന്നത്? അത് ശരി. അച്ഛനും അമ്മയും രണ്ടുപേരും കൂടി മോളുടെ അടുത്ത് പാട്ട് പഠിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് നിർബന്ധിക്കോ? അതെയോ എങ്ങനെയാണ് അവരുടെ ഒരു പാട്ട് പഠിത്ത രീതി? അത് എന്നോട് ഒരു പാട്ട് പറഞ്ഞു തരും, അത് ഞാൻ പഠിക്കും. പക്ഷെ അത് അതിനെന്ത് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരും. അത് ശരി. അപ്പൊ എന്തായാലും ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും പാട്ടൊക്കെ പാടുന്ന പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നടുക്കിരിക്കുന്ന ആളാണ് അച്ഛൻ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആണോ? പേര്? രതീഷ്. ഓക്കെ. അപ്പൊ രതീഷ് ഏട്ടൻ കുഞ്ഞിലെ മുതൽ പാട്ട് പഠിച്ചിരുന്നു? അതോ അങ്ങനെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് പാട്ട് പഠിക്കുന്ന ആളാണോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഗാനങ്ങളൊക്കെ കേട്ടുള്ള അറിവ് മാത്രമേ. അതെ. അപ്പൊ ആ ഒരു അറിവ് വെച്ചിട്ടാണ് മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ചേട്ടൻ എന്തെങ്കിലും ഗാനമേളയ്ക്കോ അല്ലെങ്കിൽ നല്ല പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ടോ? ഇല്ല, പാടാറില്ല. വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് ഒരേ പാട്ട്. എവിടെ പോയി ഭാര്യ? വൈഫ് ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. അതായത് കറക്റ്റ് ടൈമിങ്ങില് ഇളയ അനിയൻ അല്ലേ, അനിയൻ കരഞ്ഞുകൊണ്ട് അമ്മ പോണ്ടി വന്നു. അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ ഒരു പാട്ടും കൂടി കേൾക്കായിരുന്നു. അപ്പൊ മോന്റെ പേര് പറഞ്ഞോളൂ. ആർവിക്. അതിന്റെ അർത്ഥം എന്താ? അർത്ഥമൊന്നും എന്നോട് ചോദിക്കരുത്. ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള പേര്. അതെ, ഞാനൊരു വെറൈറ്റിക്ക് ആർവിക്ക് പിടിച്ചതാണ്. ശരി, ഇനി അമ്മയുടെ പേര് പറഞ്ഞോളൂ. ചേട്ടൻ തന്നെ പറഞ്ഞോളൂ. ഭവ്യലക്ഷ്മി. ഓക്കെ, അതൊരു പാട്ടുകാരിക്ക് പറ്റിയൊരു പേര് തന്നെയാണ്. അപ്പൊ ചേട്ടന്റെ, അതായത് ഭവ്യലക്ഷ്മി കുഞ്ഞിലെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അത്യാവശ്യം പാടും. അങ്ങനെ പഠിച്ചിട്ടില്ല. കുറച്ച് പോയിട്ടുണ്ട്. ശരി. അപ്പൊ ഇപ്പൊ ആർജിതയുടെ ഈ ഒരു മ്യൂസിക്കൽ ജേർണി നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹം? അതായത് ഒരു പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ആക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടോ? അതെയോ? അതാണ് ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്.
ഫുൾ സപ്പോർട്ട്. ചേച്ചി എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കാനല്ല, പറയാനാണ്. ആക്ച്വലി മോള് നന്നായിട്ട് പാടുന്ന തിരിച്ചറിഞ്ഞ് അവളെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ട് നടക്കുന്നതിന് എന്താ പറയാ ഒരു നല്ലൊരു കൈയ്യടി. അമ്മയ്ക്കും അത് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയ്ക്കും അതുപോലെ അച്ഛനും. ഇതാരൊക്കെയാ വന്നിരിക്കുന്ന കൂടെ? ഇത് വൈഫിന്റെ അച്ഛനാണ്. ആ, വൈഫിന്റെ അച്ഛൻ. പേര് പറഞ്ഞോളൂ, അച്ഛന്റെ പേര്. പേര് മോഹനൻ. മോഹനൻ. ശരി. ഇത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ്. പേര് പറയും. എന്റെ പേര് രാജേഷ്. ശരി. അപ്പോൾ ഇനി ചേട്ടൻ പാട്ട് പാടുന്നാണ് മോള് പറഞ്ഞത്. നമുക്ക് വേണ്ടി അച്ഛൻ നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാട്ട് പാടും. 2 ലൈൻ മതി, അത്രയുള്ള സമയമുള്ളൂ. പൂമുത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തെടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടെടി, മാറത്തോളം മഴവില്ലായി വളരേണം വെൺമണി, ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചേരു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം, നിധിയേ മടിയിൽ പുതുമലരായി നീവാ, നിധിയേ മടിയിൽ പുതുമലരായി നീവാ, പൂമുത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തെടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. രണ്ടുപേരും ഞങ്ങൾക്ക് ഒരു 8 വരിയായിട്ടെങ്കിലും മിനിമം കിട്ടിക്കാണും. അത് പക്ഷെ ഇനിയും കൂടുതൽ കേൾക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്. നല്ലൊരു എന്താ വോയിസ് ആണ് ചേട്ടനുള്ളത്. പിന്നെ ഈ പാട്ട് ആ മകളോടുള്ള ഒരു സ്നേഹം മുഴുവൻ. പാട്ട് കേൾക്കുമ്പോ മോളെ നോക്കുമായിരുന്നു, അവളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അതെ അതെ. അച്ഛൻ പാട്ടൊക്കെ പാടി ഉറക്കാറുണ്ടോ? താരാട്ട് പാട്ടൊക്കെ പാടി? ഇല്ല, അങ്ങനെയില്ല. പക്ഷെ പാട്ട് വെക്കും. യേശുദാസും അവരൊക്കെ പാട്ടുന്ന പാട്ട് എന്റെ മോള് കേട്ട് ഉറങ്ങും. എന്നിട്ട് അച്ഛൻ കൂടെ പാടും അതിന്റെ കൂടെ അല്ലേ? അല്ല, എനിക്ക് ഫോണിൽ വെച്ച് തരും, അപ്പൊ ഞങ്ങള് കിടന്നുറങ്ങും. ഓ, അങ്ങനെയാ. എന്തായാലും ചേട്ടാ അടിപൊളി. ഇതൊരു ലേഡീസിന്റെ ഷോ ആയിപ്പോയി, അല്ലെങ്കിൽ ചേട്ടനൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിളിക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് പാട്ടുകൾ ഇനിയും കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റട്ടെ.